നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് 4 മണിക്ക് നമുക്ക് എന്ത് പലഹാരം ഉണ്ടാക്കണേ ജയശ്രീയ? എന്താ, അരിപ്പൊടി ഉണ്ട്. അരിപ്പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം. അതായത് വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇത്തിരി അരിപ്പൊടി എടുക്കുക, ഒരു നാളികേരം എടുക്കുക. അട ഉണ്ടാക്കില്ലേ നമ്മൾ? ഇത് അടയല്ല കേട്ടോ, വേറൊരു പലഹാരമാണ്. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമുക്ക്. അതിനായിട്ട് ഞാൻ അരിപ്പൊടി, അതായത് പൊൻകതിരിൻ്റെ അപ്പത്തിനുള്ള പൊടിയാണ് കേട്ടോ. അപ്പം, അതേപോലെ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കണ പൊടിയാണ്, അടയൊക്കെ ഉണ്ടാക്കണ പൊടിയാണ് ഇത്. രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തു. ഇതിലേക്ക് നമുക്ക് നാളികേരം പാല്, അട ഉണ്ടാക്കുകയാണെങ്കിൽ നാളികേരം മതി. പാല് പിഴിയാൻ പോവാണ്. ഇതിൻ്റെ ഒരു നാളികേരത്തിൻ്റെ പാലെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര ഇടാം. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ജീരകം ഇട്ടു. അപ്പം അങ്ങനെ പഞ്ചസാരയും ജീരകവും ഒക്കെ ഇതിൽ മിക്സാക്കി ഇരിക്കട്ടെ. നാളികേരം പാലെടുക്കണം. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ച് ഉഴുന്നുവടയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. കുട്ടികളെല്ലാവരും ഉണ്ട്. പിന്നെ മുറ്റത്ത് ഗാർഡനിൽ കുറച്ച് ആൾക്കാർ, പണിക്കാരുണ്ട്, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ കുറച്ചധികം ഒക്കെ വാങ്ങിക്കൊണ്ടുണ്ട്. ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വെച്ചു. ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിമേ വെച്ചാൽ നന്നായിട്ട് ചൂടാക്കി കിട്ടും. അപ്പോൾ നല്ല ഫ്രഷായിട്ട് പോലെ തോന്നും നമുക്ക്. ജയശ്രീ പാല് പിഴിയുന്നുണ്ട്. നല്ല തിരക്കിലാണ് കേട്ടോ. ചൂടാവട്ടെ. പാല്, അതായത് നാളികേരം പാല് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ആദ്യം ഞാനൊരു അര കപ്പ് പാല് ഒഴിച്ചു. വറുത്ത പൊടിയല്ലേ, അതിങ്ങനെ നനയാൻ സമയമെടുക്കും. കുറച്ചുകൂടി പാലൊഴിക്കാം. ഇതും മതിയാവില്ല കേട്ടോ, കാരണം നല്ല ലൂസായിരിക്കണം ഈ മാവേ. നമ്മൾ മുന്നേ ഇതുപോലത്തെ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചായ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണു. കുറച്ചുകൂടി നാളികേരം പാല് ജയശ്രീ തന്നു എനിക്ക്, അതും കൂടി ഒഴിച്ചു. ഇപ്പോൾ ഒരുവിധമൊക്കെ ശരിയാവുന്ന തോന്നണം എനിക്ക്. മധുരം നോക്കിയപ്പോൾ 3/4 ഗ്ലാസ് പഞ്ചസാര കൊണ്ട് പോരാട്ടോ. ഞാൻ കുറച്ചുകൂടി മധുരം ഇട്ടു. ഏകദേശം 1 ഗ്ലാസ് പഞ്ചസാര തന്നെ വേണ്ടി വന്നു കേട്ടോ ഇതിലേക്ക് മധുരത്തിന്. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ നല്ലോണം 1 ടീസ്പൂൺ ജീരകം ഇട്ടു. പിന്നെ ഇതിനൊരു 10 മിനിറ്റ് വെക്കാം അല്ലേ? ഇങ്ങനെ 10 മിനിറ്റ് വെക്കാം. ഇപ്പം മാവ് 10 മിനിറ്റ് നേരം അവിടെ ഇരുന്നു. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് അടുപ്പത്ത് വെച്ചു. ഇനി അരിപ്പേട ഉണ്ടല്ലോ, അത് കമിഴ്ത്തി വെക്കാം കേട്ടോ. ഇത് കിണ്ണത്തിലാണ് ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ കിണ്ണം വെക്കുമ്പോൾ മറിയാതിരിക്കാനായിട്ട് കമിഴ്ത്തി വെക്കണതാണ് നല്ലത്. അരിപ്പ ഈ കിണ്ണത്തിലാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ അടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ പറ്റാം. അടിയിലും സൈഡിലും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പരട്ടാം. കാരണം മാവ് ഇതിലൊഴിച്ചിട്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുക്കാൻ വിട്ട് കിട്ടാൻ വേഗത്തിൽ, അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ പരട്ടിയത്. അപ്പോൾ വെള്ളം തിളച്ചു കേട്ടോ. ആവി വന്നു. കുറച്ച് ആവി വരുന്നുണ്ട്. നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഈ പ്ലേറ്റിലേക്ക്, ഈ കിണ്ണത്തിലേക്ക് നമുക്ക് കോരി ഒഴിക്കാം. മാവ് കോരി ഒഴിക്കാം. നിറച്ചെന്ന് വെച്ചാൽ വട്ടത്തിൽ ഒഴിക്കണമല്ലോ, അത് ഫുള്ളായിട്ടൊന്ന് പരക്കട്ടെ. അത്രയും ആവശ്യമില്ല. ചെറിയ കയ്യിലായതുകൊണ്ട് ഒരു 4 കയ്യിൽ ഒഴിച്ചു. ഇനി നമുക്കിത് ഈ ആവി പാത്രത്തിൻ്റെ മുകളിൽ വയ്ക്കാം. ചെരിയാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് നേരം ആവിയിൽ ഇത് വെന്ത് കിട്ടണം. 10 മിനിറ്റ്. അപ്പോൾ ആവി വന്നൂല്ലോ. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് കാത്തിരിക്കാം അല്ലേ? വേവട്ടെ.
ഇതാ ഇപ്പം 10 മിനിറ്റിനേക്കാളും കൂടുതൽ കഴിഞ്ഞു കേട്ടോ. തുറന്നു നോക്കിയപ്പോൾ നോക്കൂ, നല്ല ആവി വരുന്നുണ്ട്. എന്തുണ്ടാവും? എടുക്കാൻ എളുപ്പം ഈ ചട്ടകമാണ് കേട്ടോ. ചട്ടകം കൊണ്ട് ദാടിക്കോടെ ഇട്ടിട്ട് ഇങ്ങനെ പൊന്തിച്ചെടുക്കുക, ഇവിടെ വയ്ക്കുക. ഇനി നമുക്ക് സമയം കളയണ്ട. ഇതുപോലത്തെ മറ്റൊരു പ്ലേറ്റ് കൂടി എടുത്തിട്ട് അതിലേക്ക് കോരി ഒഴിക്കുക കേട്ടോ. ഈ പ്ലേറ്റിൽ വെളിച്ചെണ്ണ അടിയിലും സൈഡിലൊക്കെ പുരട്ടിയിട്ട് കോരി ഒഴിക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും മറ്റതിൻ്റെ ചൂടാറുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. ഇതാ അടുപ്പത്ത് വെച്ചു, ഒക്കെ ഒഴിക്കാം കേട്ടോ. 3 അങ്ങനെ ഇതിലും ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു അടച്ച് വയ്ക്കാം. ഇതും 10 മിനിറ്റ് സമയം കഴിയട്ടെ കേട്ടോ, ആവി വരട്ടെ. എന്താ ഈ പ്ലേറ്റത്തെ ചൂടുണ്ട് അല്ലേ? ചൂടാണ്. ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ ഇത് ചൂടാറി, നമുക്കിത് എടുക്കാം. ഞാൻ ഈ ചട്ടകത്തിൻ്റെ വാല് കൊണ്ടാണ് കേട്ടോ ഇതെടുക്കണത്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ അങ്ങനെ പൊന്തിച്ച് റെഡി. പോരട്ടെ. യെസ്, പ്ലേറ്റിലേക്ക് ഇട്ടു. ഇനി നമുക്കിതിനെ ഒന്നിങ്ങനെ മുറിക്കാം. ഒന്ന് കറക്റ്റ് വെച്ചിട്ട് ആദ്യം പകുതിയാക്കി പിന്നെ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് പകർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറ്റേ പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി, അടർത്തിയെടുക്കാം. എന്നാലും ഇതിപ്പോൾ മേശപ്പുറത്ത് കൊണ്ടുപോയിക്കാനായിട്ട് നല്ലത് ഇങ്ങനെയല്ലേ. കനം കുറവായിരിക്കും ഇതിന്. വട്ടയപ്പം പോലെയല്ല ഇത് കിണ്ണത്തപ്പം എന്നാണ് പറയുക അതിന്. വട്ടയപ്പാണെങ്കിൽ കുറേ നേരം ഇരുന്ന് വീറണം. കണ്ടോ എങ്ങനെയുണ്ട്? നല്ല മാർദ്ദവമുള്ള അപ്പാണ്. നിങ്ങളെടുത്തോളൂ ഒരു കഷ്ണം. ഇതിൽ നന്നായിട്ട് ഞാൻ ജീരകം ഇട്ടുണ്ട് കേട്ടോ. ഇപ്പം കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ജീരകം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ജീരകം പൊന്തി കിടക്കുക കാരണം ഒരു പുറത്ത് മാത്രമേ കാണുള്ളൂ. നല്ല സ്വാദാണ്, നല്ല മധുരമാണ്. തേങ്ങാപ്പാലും പഞ്ചസാരയുമാണ് മെയിനായിട്ടുള്ളത്. ഇത്തിരി ജീരകവും. ചായ കുടിക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ ചായയുടെ പലഹാരം ഇതാണ്. ഉഴുന്നുവടയൊക്കെ ഞങ്ങൾ അവർക്ക് കൊടുത്തു കേട്ടോ. പണിക്കാരുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കും കൊടുത്തു. അപ്പോൾ ഇത് എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവരും. നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പം മനസ്സിലായില്ലേ? എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇത്. അടപോലെ തന്നെ. ചിലപ്പോൾ ഒരു സട ഉണ്ടാക്കുകയാണെങ്കിൽ വേറെ എങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഒരു നല്ലതിൻ്റെ പാലും ഇത്തിരി ഉപ്പും ഇത്തിരി ജീരകവും പഞ്ചസാരയും കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ.